നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, അമ്മ വന്നേ. വാ. എന്താ മീനാക്ഷി, കാര്യം പറ. അമ്മ ഇവിടെ നിൽക്ക്, ഞാൻ കാര്യം പറയാം. എന്താ മോളെ, നീ കാര്യം തുറന്നു പറ. കാര്യങ്ങൾ നമ്മൾ കരുതുന്നതിനും അപ്പുറത്താ അമ്മേ. ഞാനതെങ്ങനെ അമ്മയോട് പറയുന്നുള്ള വിഷമത്തിലാ. മീനാക്ഷി, നീ കാര്യം പറ മോളെ. ഞാനത് അറിയണ്ടേ? എന്നോടത് പറയാതെ നിന്റെ മനസ്സിലെ ടെൻഷൻ മാറുമോ? മീനാക്ഷി. അമ്മേ, മൈഥിലി ചേച്ചിയും വൈശാഖും തമ്മില് എന്തോ ഒരു ബന്ധമുണ്ട്. എന്ത് ബന്ധം? അരുതാത്ത എന്തോ ബന്ധം. മീനാക്ഷി. അതെ അമ്മേ, ഞാൻ പറയുന്നത് സത്യം. നീ പറയുന്നതിന്റെ ഗൗരവം നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടമ്മേ, ഇതെന്റെ സംശയമല്ല, സത്യമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ മുറിക്കകത്തുനിന്ന് അവര് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. മോളെ, കാർത്തിയോ എന്റെ മോന. അവന്റെ ഭാര്യയെക്കുറിച്ചാ നീ പറയുന്നത്. അറിഞ്ഞുകൊണ്ട് തന്നെ അമ്മ ഞാനീ പറയുന്നത്. കാർത്തി അമ്മയുടെ മോനാണെന്ന് കരുതി സത്യമല്ലാതാവോ? നീ അവരെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഒരിക്കലും സത്യം അങ്ങനെ ആവില്ല. അമ്മ വിശ്വസിച്ച് പറ്റൂ. ഞാൻ പറയുന്നതാ സത്യം. അവൻ ഒരാളോട് പ്രേമമുണ്ടെന്ന് പറഞ്ഞത് എന്നോടാ. ആ പ്രേമം മറ്റാരോടും അല്ല, അത് മൈഥിലി ചേച്ചിയോടാ. മീനാക്ഷി, വേണ്ട. ഒരു കാര്യവും അതിന്റെ സത്യാവസ്ഥ മുഴുവൻ അറിയാതെ മറ്റാരോടും പറയരുത്. സത്യം വേറൊന്നായിരിക്കും. കേൾക്കുന്നത് പലതും നമുക്ക് വിശ്വസിക്കാനാവില്ല. അമ്മേ, ഇത്തരം ഒരു കാര്യത്തിന് ഞാൻ കള്ളം പറയുവോ? നീ കള്ളം പറഞ്ഞു എന്നല്ല ഇതിനർത്ഥം. കേട്ടതിന്റെ കുഴപ്പം ആവാലോ. മൈഥിലി ചേച്ചി ACPയുടെ ഭാര്യ, അതുകൊണ്ടാ അമ്മ വിശ്വസിക്കാത്തത്. മോളെ, നിനക്ക് പക്വത എപ്പോഴും കുറവാ. നീ പറഞ്ഞ കാര്യം സത്യമല്ലെങ്കിൽ അതിന്റെ പേരിൽ ഈ കുടുംബത്തിലുണ്ടാവുന്ന കൊടുങ്കാറ്റുകൾ എത്ര ഭീകരമായിരിക്കും എന്ന് അറിയോ നിനക്ക്? ഇത് സത്യമാണെങ്കിലും അതുണ്ടാവില്ല അമ്മേ. ഇതൊന്നും സത്യമാവില്ല. സത്യമാവരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഞാൻ. തൽക്കാലം നീ ടെൻഷൻ ആവാതെ നിൽക്ക. ഞാൻ വൈശാഖിനോട് ചോദിക്കാം. സത്യം എന്താന്ന് നമുക്ക് കണ്ടെത്താം. മോളെ, ഇന്ന് നല്ലൊരു ദിവസാ. ഇത് നല്ലൊരു ദിവസമാണെന്ന് അമ്മയ്ക്ക് പറയാം. പക്ഷെ എനിക്കങ്ങനെയല്ല, പല അർത്ഥത്തിലും. മോളെ, ദേ, നീ ഇപ്പൊ ഇതൊന്നും മറ്റാരോടും പറയാൻ നിൽക്കണ്ട. വലിയ പ്രശ്നമാവും. അമ്മ പറയുന്നൊന്ന് കേക്ക്. ഞാൻ വൈശാഖിനോട് സംസാരിക്കാം. സത്യം എന്താന്ന് കണ്ടെത്താം. അന്ന് ആഞ്ഞു വീശിയൊരു കൊടുങ്കാറ്റ് അതേ ശക്തിയോടെ ഇവിടെ വീണ്ടും ആഞ്ഞടിക്കാൻ പോവാ. അതിനുത്തരവാദി നീയാ. അത് നീയാണെന്ന് കൃത്യമായും തെളിഞ്ഞ നിന്നെ കൊല്ലുന്ന കൃത്യം ഞാനങ്ങ് ഏറ്റെടുക്കും.
അതുകൊണ്ട് പറയ, നീയും മൈഥിലി ചേച്ചി തമ്മിൽ എന്താ ബന്ധം? വൈശാഖ്, ഇത് ഈ കുടുംബത്തിന്റെ നിലനിൽപ്പിന്റെയും അന്തസ്സിന്റെയും പ്രശ്നം. ഈ കുടുംബം തകരാൻ ഞങ്ങൾ അനുവദിക്കില്ല. എന്റെ മകനാണ് കാർത്തിക്, അവന്റെ ഭാര്യയാണ് മൈഥിലി. ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ എനിക്ക് സ്വാഭാവികമായി ബുദ്ധിമുട്ടുണ്ട്. അതിലുപരി മനസ്സിലൊരിടുത്തി വീഴാൻ പോകുന്ന പോലെ പേടിയും. നീ സത്യം പറഞ്ഞേ പറ്റൂ. എന്റെ 2 മക്കളാണ് കാർത്തി മീനാക്ഷിയും. അവരുടെ ജീവിതം നീയായിട്ട് തകർക്കരുത്. അത് തകർക്കുന്നവരോട് ഞാൻ ക്ഷമിക്കില്ല. എന്റെ പൊന്നു മീനാക്ഷി, നന്ദിനിയേട്ടത്തി, നിങ്ങൾ അമ്മയും മകളും ഇത്ര വിഡ്ഢികളായി പോയല്ലോ. ഇതുപോലത്തെ ഒരു ഗംഭീര തമാശ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ല. മാർവാനീസിൽ ഞാൻ പഠിക്കുമ്പോൾ എനിക്കൊരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു. അല്ല, അവളുടെ പേരും മൈഥിലി എന്നായിരുന്നു. സംശയമുണ്ടെങ്കിൽ ദേ ഈ മൈഥിലിയോട് ചോദിക്ക്. ആ മൈഥിലിയുടെ മുഴുവൻ പേര് മൈഥിലി നാരായണൻ. ഈ മൈഥിലിയുടെ പേര് മൈഥിലി രാകേഷ് മേനോൻ. എന്റെ എൻഗേജ്മെന്റ് നടക്കുന്ന വിവരം അറിഞ്ഞ് ആ മൈഥിലി എന്നെ വിളിച്ചു. ആ കാര്യം ഞാൻ ദേ ഇവിടുത്തെ മൈഥിലിയോട് പറയുമായിരുന്നു. ഇതാണ് ദൈവമേ സത്യം. ദൈവമേ, മീനാക്ഷിയും എന്നെ തെറ്റിദ്ധരിക്കരുത്. ആ മൈഥിലിയെ എനിക്കും അറിയാം. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ. ആരൊക്കെ തെറ്റിദ്ധരിച്ചാലും ദൈവമ്മ എന്നെ തെറ്റിദ്ധരിക്കരുത്. കാരണം ദൈവമ്മ എനിക്ക് അമ്മ തന്നെയാ. പോട്ടെ മോളെ, ദൈവമ്മയോട് ക്ഷമിക്കേ. വാ മീനാക്ഷി. ആ വൈശാഖ്, നീയും ക്ഷമിച്ചേക്കേ. ആ പാവ അമ്മ അതിലങ്ങ് വീണു. പക്ഷെ എനിക്കിതത്ര വിശ്വാസം ആയിട്ടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.